ചെകുത്താനും കടലിനും ഇടയ്ക്കാന്ന് പറയുന്നതല്ല. പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ചെകുത്താനും കടുവയ്ക്കും ഇടയിലാണ് മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാധ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീയെ കടുവ കടിച്ച് തല അങ്ങ് കൊണ്ടുപോയി, കടിച്ചുകൊണ്ടുപോയി. തലയില്ലാത്ത ശരീരമാണ് കിട്ടിയത്. വന്യ മൃഗങ്ങളുടെ ആക്രമണം, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, അത് തടയുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടത് 98 മനുഷ്യരാണ്. അതിലേറ്റവും വേദനാജനകമായ അനുഭവം നമ്മളെല്ലാം പത്രത്തിൽ കൂടി വായിച്ചു, ടി വിയിൽ കൂടി കണ്ടു. രാത്രിയിലായിരുന്നു മുമ്പ് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ഈ രാധ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട സ്ത്രീയെ കടുവ കടിച്ച് തല അങ്ങ് കൊണ്ടുപോയി, കടിച്ചുകൊണ്ടുപോയി. തലയില്ലാത്ത ശരീരമാണ് കിട്ടിയത്. അത് പകലാണ്. അവരെ ജോലിക്കായിട്ട് ഭർത്താവ് കൊണ്ടുവിട്ടിട്ട് പോയിട്ട് വരുമ്പോൾ മണി 11 ആയിട്ടുള്ളൂ. പകല് 11 മണിക്കാണ് ഈ കടുവ ഈ സ്ത്രീയെ, നിരപരാധിയായ ഈ സ്ത്രീയെ ആക്രമിച്ച് അവരുടെ തല കടിച്ചുകൊണ്ട് അത് കാട്ടിപ്പോയി. അപ്പോൾ പകൽ കാട്ടിലോ കാടിനോട് ചേർന്ന് മാത്രമാണോ ഈ മൃഗങ്ങളൊക്കെ? വയനാട്ടിലാകട്ടെ, ഇടുക്കിയിലാകട്ടെ, മറ്റ് പ്രദേശങ്ങളാകട്ടെ, വനമേഖലയിലാകട്ടെ, ഇതെല്ലാം ഇങ്ങ് പട്ടണങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നിയമസഭയിൽ എൻ്റെ തൊട്ടടുത്താണ്, രമേശ് അറിയാം, IC ബാലകൃഷ്ണൻ ഇരിക്കുന്നത്. ICനോട് പറഞ്ഞ, ICയുടെ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ 7 കടുവയുണ്ട്. ഈ 7 കടുവയുടെ കൂടെയാണ് അവരെല്ലാം ജീവിക്കുന്നത്. പെർമനൻ്റായി ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 7 കടുവയുണ്ട്. അതിലേതാണ് തിങ്കളാഴ്ച വരുന്നത്, ഏതാണ് ബുധനാഴ്ച വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും 7 കടുവയുണ്ട്. ആ 7 കടുവയുടെ പുറത്താണ് അവിടുത്തെ മനുഷ്യർ ജീവിക്കുന്നത്. അപ്പം മലയാളിയുടെ അവസ്ഥ എന്താ? പണ്ട് പറയാറില്ലേ, ചെകുത്താനും കടലിനും ഇടയ്ക്കാന്ന് പറയുന്നതല്ല. പിണറായി മുഖ്യമന്ത്രിയായതിനു ശേഷം ചെകുത്താനും കടുവയ്ക്കും ഇടയിലാണ് മലയാളി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെകുത്താനും കടുവയും, ഒരു വശത്ത് ചെകുത്താൻ, പിന്നെ ആരാന്ന് പറയേണ്ട കാര്യമില്ല, മറുവശത്ത് കടുവ. ഇങ്ങനെ ഒരാൾ ജീവിക്കുകയാണ്, ഇങ്ങനെ മനുഷ്യർ ജീവിക്കുകയാണ്. പ്രിയപ്പെട്ട CR മഹേഷ് MLA കടന്നു വരുന്നു. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഓരോ തവണയും ഈ വിഷയം വരും, നിയമസഭയിൽ ഇത് ഉന്നയിക്കും. ആ ഉന്നയിക്കുന്ന അവസരങ്ങളിൽ മന്ത്രിമാർ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തും. വനം മന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കും. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ നിലയിൽ സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള ഒരു വനം വകുപ്പ്, ആ മന്ത്രി അയാളുടെ മന്ത്രിസ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കാൻ, അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് പറഞ്ഞിട്ട് കുട്ടനാട്ടിലെ MLA തോമസ് K. തോമസ് നടക്കുന്നു, PC ചാക്കോ നടക്കുന്നു. അപ്പോൾ ഇയാൾ കടുവയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാനല്ല, പകരം അയാൾക്ക് എങ്ങനെയും അയാളുടെ മന്ത്രിസ്ഥാനം നിലനിർത്താൻ കഴിയുമോ എന്നതിന് വേണ്ടിയിട്ടാണ് അയാൾ പരക്കം പായുന്നത്. ഓരോ തവണയും നിയമസഭയിൽ വന്ന് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തും. ഇലക്ട്രിക് ഫെൻസിങ്, സോളാർ ഫെൻസിങ്, പ്രഖ്യാപനങ്ങളല്ലാതെ ഒരു നടപടിയും ഇത് സംബന്ധിച്ച് ഫലപ്രദമായി ഈ മേഖലകളിൽ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു മലയോര സമരയാത്രയുമായിട്ട് ഇറങ്ങേണ്ടി വന്നത്. ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് നാളെ അമ്പൂരിയിൽ സമാപിക്കുമ്പോൾ പത്തനാപുരത്തെയും ഇപ്പോൾ ചിറ്റാറിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ വനമേഖലയിലെല്ലാമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് സമാനമായ ജീവിത പ്രതിസന്ധിയാണ്. കാർഷിക മേഖല മൂന്നാമത്തെ മുദ്രാവാക്യമാണ്. കാർഷിക മേഖലയുടെ പൊതുവായ അവസ്ഥ എന്താണ്? ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ എനിക്ക് തന്ന നിവേദനം, കുട്ടനാട്ടിലെ നെല്ല് കർഷകരുടെ നിവേദനം അവർ വരുന്ന വഴിക്ക് തരികയുണ്ടായി. അവിടെ സമരം തുടങ്ങാൻ പോവുകയാണ്, സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ. അതിൻ്റെ നിവേദനമാണ് അവർ തന്നത്. കുട്ടനാട്ടിലെ നെൽകർഷകനാകട്ടെ, പ്ലാന്റേഷൻ മേഖലയിൽ പണിയെടുക്കുന്നവരാകട്ടെ, റബ്ബർ കർഷകരാകട്ടെ, കേരളത്തിൻ്റെ കർഷകരുടെ അവസ്ഥ എന്താണ്? പ്രിയങ്കരനായ CMBയുടെ സെക്രട്ടറി
CP ജോൺ അവർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ ഇനി ദീർഘമായി സംസാരിക്കുന്നില്ല. UDFിൻ്റെ നേതാക്കന്മാർ വരുന്നതിൻ്റെ സ്റ്റോപ്പ് ക്യാപ്പിൽ മാത്രമാണ് ഞാൻ UDF ജില്ലാ ചെയർമാൻ എന്നോട് പറഞ്ഞത്. കാരണം ഇത് കോൺഗ്രസ് പരിപാടിയല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കൂടുതലായി സംസാരിക്കണം. അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഷാനിമോൾ ഉസ്മാൻ അടക്കം വന്യമൃഗങ്ങളുമായിട്ട് വലിയ ബന്ധമില്ലെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമെടുത്ത് അരൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഷാനി ചേച്ചിയും ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖല, ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ഞാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ തെലങ്കാനയിലാണ്. അതിന് മുൻപ് പ്രവർത്തിച്ചത് കർണാടകത്തിലാണ്. കർണാടകത്തിലെ നമ്മുടെ ഗവൺമെൻറ്, സിദ്ധരാമയ്യയുടെ ഗവൺമെൻറ് കർണാടകത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളി. കർണാടകത്തിൽ കാർഷിക കടങ്ങൾ എഴുതി തള്ളി. പിണറായി വിജയൻ എഴുതി തള്ളൂ. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയുടെ കോൺഗ്രസ് സർക്കാർ തെലങ്കാനയിലെ കർഷകരുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളി. 23,000 കോടി രൂപയുടെ കാർഷിക കടങ്ങളാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ എഴുതി തള്ളിയത്. റൈറ്റ് ഭരോസ എന്ന മറ്റൊരു പദ്ധതിയിൽ കൂടി 7,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. 30,000 കോടി രൂപ തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ കർഷകർക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് മാറ്റിവെച്ചത് എന്നത് പരിശോധിക്കാനും ചർച്ച ചെയ്യാനും ജനങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മലയോര യാത്രയുമായിട്ട് നമ്മൾ വരുന്നത്. ഈ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി എന്താണ്? സാധാരണക്കാരോട് ഇവർക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ജോണേട്ടനോട് തലേദിവസം സംസാരിച്ചിരുന്നു. ഗവർണറെ കൊണ്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ 60 ലക്ഷം വരുന്ന ആളുകൾക്ക് സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ നിയമസഭയിൽ ചോദിച്ചു, ഈ 60 ലക്ഷത്തിനകത്ത് ഈ നാട്ടിലെ നിർമ്മാണ തൊഴിലാളി വരുന്നില്ലേ? 19 മാസമായി അവന്റെ പെൻഷൻ കൊടുത്തിട്ട്. ഇവിടെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പെൻഷൻ ഉണ്ട്, അതിൻ്റെ പേര് ആശ്വാസ കിരണം എന്നാണ്. കിടപ്പ് രോഗികളെ കൂടെ ഇരുന്ന് പരിചരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ്. ആ ആശ്വാസ കിരണം 2018 ശേഷം ഒറ്റ അപേക്ഷ വാങ്ങിക്കുന്നില്ല. 2018 മുമ്പുള്ള അപേക്ഷ 1.5 കൊല്ലമായി. ആശ്വാസ കിരണം ആ പെൻഷൻ കൊടുക്കുന്നില്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി, മുൻഗണന കർഷകരോടാണോ പാവങ്ങളോടാണോ? പട്ടികജാതിക്കാരുടെ കുട്ടികളുടെ ഗ്രാൻസ് മുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. പട്ടികജാതിക്കാരോടാണോ? ന്യൂനപക്ഷ സ്കോളർഷിപ്പ് പകുതിയായി വെട്ടിക്കുറച്ചു. ന്യൂനപക്ഷങ്ങളോടാണോ? ആരോടാണ് ഈ സർക്കാരിന്റെ പ്രിയോറിറ്റി? പട്ടികജാതി മേഖലയിൽ ഞാൻ പറഞ്ഞു, ഗ്രാൻസ് മുടങ്ങിയിട്ട് 1.5 കൊല്ലമായി. കഴിഞ്ഞ ദിവസം ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസംഗം കേട്ടു. ഫെഡറിക് എംഗൽസ് സ്മാരക ശില്പം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി ലോകത്ത് സോഷ്യലിസം വരാൻ പോവുകയാണെന്നാണ്. ജോണേട്ടനൊക്കെ പറഞ്ഞുള്ളത് ജനകീയ ജനാധിപത്യ വിപ്ലവം വരും, തൊഴിലാളി വർഗ സർവാധിപത്യം വരും, വർഗരഹിത സമൂഹം യാഥാർത്ഥ്യമാകും, സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം നിലവിൽ വരും എന്നൊക്കെയാണ്. പക്ഷേ ഗോവിന്ദൻ മാഷ് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി സോഷ്യലിസം വരാൻ പോവുകയാണ്. എങ്ങനെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി 60% ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടും, അവർ തൊഴിൽ രഹിതരാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി മുതലാളിമാർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ആളുകൾ തൊഴിൽ രഹിതരാകുന്നതോടുകൂടി ഇവർക്ക് വാങ്ങൽ ശേഷി നഷ്ടപ്പെടും. അപ്പോൾ ഈ മുതലാളിമാരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ 60% ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് വഴി, അവർക്ക് കഴിയാതെ വരുന്നത് വഴി ഈ മുതലാളിമാർ ദരിദ്രരാകും. അപ്പോൾ എന്തു വരും? സോഷ്യലിസം വരും. ഇപ്പൊ കൊല്ലം ജില്ലയിൽ സോഷ്യലിസം വന്നൊരു മേഖല കശുവണ്ടി മേഖലയാണ്. കാരണം മുതലാളിമാരെല്ലാം ഒരുമാതിരി ദരിദ്രരായി, ജപ്തിയായി, നടപടിയായി പോവുകയാണ്.
അപ്പൊ കൊല്ലത്തെ കശുവണ്ടി മേഖലയിൽ ഗോവിന്ദ മാഷ് പറഞ്ഞ സോഷ്യലിസം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ ഗവൺമെന്റിനെ നയിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് മലയോര സമരയാത്ര മലയോരത്തെ ജനങ്ങളുടെ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്ന യാത്രയായി മാറിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.